ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു LED പ്രൊജക്ടർ ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ ഓക്കെ അല്ല, എന്നാൽ ഒരു ആവറേജ് ക്വാളിറ്റി മാത്രമുള്ള ഈ ഒരു പ്രൊജക്ടർ LED ലൈറ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പ്രൊജക്ടർ ലൈറ്റ് കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതൊരു സാധാരണ ടൈപ്പ് പ്രൊജക്ടർ അല്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവർ യൂണിറ്റ് വരുന്നുണ്ട്, ഒരു ഫാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ ബീം നമ്മുടെ വാഹനത്തിൻ്റെ റിഫ്ലക്ടർ യൂസ് ചെയ്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതിന് അതൊന്നും വേണ്ടാത്തൊരു സ്പെഷ്യൽ ടൈപ്പാണ്. ഏതായാലും നമുക്ക് ഇവനെ പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഇതേ കൊടുത്തിരിക്കുന്നത് 1999 രൂപയാണ്. ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 1250 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടും. ഇനി നമുക്ക് പെട്ടെന്ന് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. യെസ്, ഇങ്ങനെ ഒരു ഐറ്റം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യെസ്, കണ്ടോ? ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷന് ഏറെക്കുറെ നമ്മുടെ പഴയ ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഇവിടെയാണ് ഇതിൻ്റെ ഫാൻ വരുന്നത്. കണ്ടോ, ഫാൻ യൂണിറ്റ് വരുന്ന ഈ ഒരു പോർഷനിലാണ്. അതുപോലെ തന്നെ ഇത് H4 ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഹോൾഡർ ഇവിടെ, ഇതിന് ഡ്രൈവർ യൂണിറ്റ് ആയിട്ട് വരുന്നില്ല. എല്ലാം ഇതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. ഇതിൻ്റെ വാട്ട്സ് ഏതായാലും അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് ഏതായാലും ഇട്ട് നോക്കാം. നമുക്ക് കമ്പാരിസനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞ പോലെ 1250 ഒരു പീസാണ് കിട്ടുന്നത്. ഒരു പീസിന് 1250 രൂപ. അങ്ങനെ വരുന്ന സമയത്ത് 2 പീസ് വരുമ്പോൾ 2500 രൂപ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ കാറിൽ ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപ നിങ്ങൾ മുടക്കാൻ റെഡി ആണെങ്കിൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ കൃത്യം പറയാം നിങ്ങളിത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത്. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലൈറ്റ് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് ഈ ലൈറ്റിൻ്റെ ഹൈ ബീമാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇവിടെ നമുക്ക് ആ ലൈറ്റ് കാണാൻ സാധിക്കുന്നില്ല. അതായത് ഇതിനകത്ത് തന്നെ ഹൈയിനും ലോയിനും വേണ്ടിയിട്ടുള്ള റിഫ്ലക്ടർ ഇതിനകത്ത് തന്നെയുണ്ട്. ആ റിഫ്ലക്റ്റ് ചെയ്താണ് ഇതിലെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു റിഫ്ലക്ടർ ഇല്ലാതെ, അതായത് ഈ ഒരു ലെൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ ബീമിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ലോയും ഹൈയും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും നമുക്കിവനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാനുള്ള 2 സ്ക്രൂസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ആംഗിളും കൂടെ നമ്മളിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ലൈറ്റ് ഈ ഒരു പോർഷനിലോട്ട് ഇടുകയാണ്. ഇവിടെ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ജസ്റ്റ് ഇടുക, ലോക്ക് ചെയ്യുക, ഈ റബ്ബർ ഫിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഈ റബ്ബർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡ്രൈവർ യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് ഇതങ്ങ് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനാവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫാനൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയതിന് ശേഷം മാത്രം ഈ ഒരു യൂണിറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം കൂടുതൽ നമുക്ക് കൺസ്യൂം ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മുടെ പുതിയ മോഡലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ നേരത്തെ ഇരുന്ന ആ ഒരു മോഡലുമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്കിനി ലൈറ്റും കൂടെ ഇട്ട് നോക്കാം എന്താണ് ആ വ്യത്യാസം എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം. രാത്രി ഓടിക്കുന്ന സമയത്തുള്ളൊരു ഡിഫറൻസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞു തരാം. അത് നമുക്ക് ഏതായാലും ഇതൊന്ന് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. ഞാൻ ഏതായാലും ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഡിം മോഡാണ്, അതായത് ലോ ബീമാണ് കാണുന്നത്. ഇനി ഞാൻ ഹൈ ബീം ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഹൈ ബീം ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന വ്യത്യാസം എന്താണെന്നുള്ളതെന്ന് ജസ്റ്റ് കൃത്യമായിട്ടൊന്ന് കമൻസിലും കൂടെ കൊടുക്കുക. ഞാനൊന്നുകൂടെ ലോ ബീം ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഹൈ ബീം ആക്കി. ഇനി ഫുള്ള് ഹെഡ്ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് പാസ് ബൈ ഞാനൊന്ന് കാണിക്കുകയാണ്. ഒന്ന് കത്തിച്ച് തന്നെ നിർത്തുകയാണ് പാസ് ബൈ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വ്യത്യാസം എന്താണെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി വയ്ക്കുക. അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ലൈറ്റ് കണ്ടു. എന്നാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു രാത്രി 10 അല്ലെങ്കിൽ ഒരു 10:30 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് എന്നുള്ളത്. അതായത് ആ ഒരു സമയത്ത് ഇതിൻ്റെ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. അങ്ങനെ രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു നടപ്പെല്ലാം കഴിഞ്ഞ് വന്ന് ഞാനിപ്പോൾ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഞാനിതൊരു ഹൈ ആൻഡ് ലോ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ലോ ബീമാണ്, ഇത് ഹൈ. ഒന്ന് ബ്രൈറ്റ് ഞാൻ ഓൺ ആക്കിയിട്ട് റൈറ്റ് സൈഡ് കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. അത് നമ്മുടെ പുതിയ ബൾബാണ്. ലെഫ്റ്റ് സൈഡ് കൃത്യം പൊസിഷനിലാണ്, റൈറ്റ് സൈഡ് ഒരു അല്പം കയറിയാണ് നിൽക്കുന്നത്. പക്ഷേ ബ്രൈറ്റ് ഒരു ഇച്ചിരി മേളിലോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഏതായാലും ലോ വലിയ കുഴപ്പമില്ല, ലോ കറക്റ്റാണ്. നമുക്ക് ലോ വെച്ച് തന്നെ ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ഒന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒട്ടും വെട്ടയില്ലാത്തൊരു വഴി കൂടെ ഇറങ്ങുമ്പോഴൊരു അവസ്ഥയാണ് ഇത്. പക്ഷേ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അപ് ടു ദ മാർക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല.
ജസ്റ്റ് ഒരു ഓക്കെ. പക്ഷേ ഇത് ബൈക്കിന് ഓക്കെയാണ് കേട്ടോ. കാരണം ബൈക്ക് ഞാൻ നേരത്തെ ഉള്ള മോഡലിൽ യൂസ് ചെയ്തിട്ട് എനിക്കത് ഓക്കെ ആയിരുന്നു. ഇനി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. പോരാ, അതായത് ഒട്ടും തന്നെ പോരാ. ഒരു ഓക്കെ ഫീല് പോലും എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ അത്യാവശ്യം വെട്ടമുള്ള റോഡിൽ കൂടെയാണ് ഞാൻ ഓടിക്കുന്നത്. എന്നാൽ അതിന് നമുക്ക് വെട്ടമില്ലാത്തൊരു വഴി കൂടെ ഓടിക്കാം. ഞാൻ അതിൽ 2 സിറ്റുവേഷനും നോക്കി. അത് മാത്രമല്ല, ഞാൻ ഒരു ബൾബ് മാത്രം ഡിസ്കണക്ട് ചെയ്ത് നോക്കി, രണ്ടിൻ്റെയും പവർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ നോക്കിയിട്ട് പോലും എനിക്ക് രണ്ടും ഏകദേശം ഒരേ വെട്ടമാണെന്ന് തോന്നി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈ വാഹനത്തിൽ വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ റിഫ്ലക്ടർ യൂസ് ചെയ്യുന്നത് ഹെഡ്ലൈറ്റിന് തന്നെ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല രണ്ടും. മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത്. പിന്നെ അത്യാവശ്യം എനിക്കൊന്ന് ബൈക്കിലൊക്കെ ഇടാൻ കൊള്ളാമായിരിക്കും. ഞാൻ ഏതായാലും ഇത് ബൈക്കിലും കൂടെ ഒന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഷുവറായിട്ടും ചെയ്യുന്നതായിരിക്കും.